നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോടശ്ശേരിയിൽ വീണ്ടും ചന്ദനവേട്ട, 5 പേർ പിടി. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ 2ാം ദിവസം കൊടകരയിൽ നിന്നും ആരംഭിച്ചു. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരള സ്വാശ്രയ കർഷക സ്വതന്ത്ര യൂണിയൻ കൊടകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ ധർണ നടത്തി. കൊടകരയിൽ 6 പേർക്കും മറ്റത്തൂരിൽ 7 പേർക്കും ചൊവ്വാഴ്ച COVID-19 സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കോടശ്ശേരി വനമേഖലയിൽ ചന്ദനം മുറിച്ചു കടത്താൻ ശ്രമിച്ച 5 പേർ അറസ്റ്റിൽ. മണ്ണാർക്കാട് പടിപ്പുര വീട്ടിൽ മുഹമ്മദ് ആഷിഖ് 38 വയസ്സ്, പാലക്കാട് മുട്ടിക്കുളങ്ങര കടമ്പിടിപ്പുരയ്ക്കൽ രതീഷ് 40 വയസ്സ്, അരൂർ കാളിയങ്കോട് വെങ്കടേശ്വരൻ 41 വയസ്സ്, തമിഴ്നാട് കല്ലുതിരിച്ചി വണ്ടകപ്പടി കനകരാജ് 25 വയസ്സ്, മണ്ണാർക്കാട് തച്ചനാട്ടുകര ചെറുപുരത്ത് വീട്ടിൽ ഫൈസൽ 34 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. 19-ന് കോടശ്ശേരി വനമേഖലയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിരുന്നു. ഇതേ തുടർന്ന് വനപാലകർ നടത്തിയ പട്രോളിങ്ങിനിടെ മേച്ചിറ മാവിൻചോട് ഭാഗത്തുനിന്ന് തിങ്കളാഴ്ച ഒരു കാറും 2 പേരെയും പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് 2 കാറുകളും 3 പ്രതികളെയും പിടികൂടിയത്. മരം മുറിക്കാനെത്തിയ പ്രതികൾ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന സംശയത്തെ തുടർന്നാണ് വനപാലകർ തെരച്ചിൽ നടത്തിയതെങ്കിലും പ്രതികളെ ആദ്യം കണ്ടെത്താനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച കോടശ്ശേരി റിസർവ് ചന്ദനക്കുന്ന് ഭാഗത്ത് 4 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രതികളെ അന്വേഷിച്ച് വനഭാഗം പരിശോധിക്കുന്ന വഴി ഇന്നലെ പുലർച്ചെ, അതായത് തിങ്കളാഴ്ച പുലർച്ചെ ഒരു വാഹനത്തിൽ 3 പേര് 6 പേര് വരികയും 3 പേരെ പിടികൂടുകയും 3 പേര് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ കോട്ടഭാഗത്തും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലും വെച്ച് മറ്റ് പ്രതികളെ പിടികൂടുകയും പിടികൂട് മത്സരം എല്ലാം തയ്യാറാക്കി ടീമില്ല. അതിൽ വാഹനമായ ആൾട്ടോ കാറുണ്ട്, ഒരു പോലീസ് വാഹനമുണ്ട്, അതുപോലെ ഒരു സ്കോർപ്പിയോ ഉണ്ട്. ആ വാഹനം പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട പ്രതികളെ ഇനി പിടികൂടാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവർ അന്വേഷിച്ച് പിടിക്കുന്നതായിരിക്കും. ചൊവ്വാഴ്ച രാവിലെയാണ് മുഴുവൻ പ്രതികളെയും പിടികൂടാനായത്. ഏകദേശം 1 മാസം മുമ്പും കോടശ്ശേരി വനമേഖലയിലെ മേച്ചിറയിൽ ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടെ മണ്ണാർക്കാട് സ്വദേശികളായ പ്രതികളെ പിടികൂടിയിരുന്നു. അന്ന് പ്രതികളിൽ ഒരാളെ സംഭവ സ്ഥലത്ത് വെച്ചും മറ്റു 3 പേരെ പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ചുമാണ് പിടിയിലായത്. പ്രതികളെ പിടികൂടിയ വനപാലക സംഘത്തിൽ വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസർ വിജിൻ ദേവിന്റെ നേതൃത്വത്തിൽ മുപ്ലിയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ G വിശ്വനാഥൻ, SFOമാരായ K ബാലൻ, ഷോജൻ ബാബു, BFOമാരായ ഗോപാലകൃഷ്ണൻ, TV രജീഷ്, ജിനിൽ ചെറിയാൻ, ഗിരീഷ്, സന്ദീപ്, സന്തോഷ്, ബൽരാജ് എന്നിവർ ഉണ്ടായിരുന്നു. ജനദ്രോഹ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, ഐതിഹാസികമായ കർഷക സമരത്തെ പിന്തുണയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ 2ാം ദിവസം കൊടകരയിൽ നിന്നും ആരംഭിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അഡ്വക്കേറ്റ് സുജ ആന്റണി, M സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥ കട്ടിലപ്പൂവത്ത് നിന്നുമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. വെള്ളിക്കുളങ്ങര, ചാലക്കുടി, അന്നമനട, ചാവക്കാട്, ഗുരുവായൂർ മേഖലയിലെ സ്വീകരണത്തിന് ശേഷം വ്യാഴാഴ്ച കൊടുങ്ങല്ലൂരിൽ ജാഥ സമാപിക്കും. കർഷകരുടെ, പ്രത്യേകിച്ച് UPയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും ബീഹാറിലെയും ഒക്കെ കർഷകരുടെ മാത്രം വിഷയമല്ല ഇത്. പട്ടിണി കൊണ്ട് മരിക്കാതിരിക്കുന്നത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ നിയമവും കാർഷിക രംഗത്തെ നിയമങ്ങളുമാണ്. ഇനിയൊരു മഹാമാരിയോ ഇനിയൊരു പ്രളയമോ ഉണ്ടായാൽ അതിനെ തടയുവാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള വളരെ വിവൽക്കരമായിട്ടുള്ള നിയമമാണ് മോഡി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കർഷകരുടെ മാത്രം വിഷയമല്ല, ഇത് മുഴുവൻ ഇന്ത്യക്കാരുടെയും വിഷയമാണ്. ആ നിലയിൽ കണ്ടുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന്റെ ഒപ്പം ചേരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമേൽ
ജവാനെ പട്ടാളക്കാരെ അണിനിരത്തുകയാണ് മോഡി സർക്കാർ ചെയ്യുന്നത്. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരള സ്വാശ്രയ കർഷക സ്വതന്ത്ര യൂണിയൻ കൊടകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ ധർണ നടത്തി. ധർണ സ്വാശ്രയ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PK സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T ശ്യാംകുമാർ ഇളനാട് അധ്യക്ഷത വഹിച്ചു. ജോൺ കുറ്റിയിൽ, TG ഷാജു, ജില്ലാ സെക്രട്ടറി T ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി SK സത്താർ സ്വാഗതവും ട്രഷറർ CA ശിവൻ നന്ദിയും പറഞ്ഞു. കൃത്യമായി തന്നെ വെളിപ്പെടുന്നുണ്ട്. ഒരേ ചാനലുകളിലും ഒരേ പത്രങ്ങളിലും കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെ ഈ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന രീതിയിൽ വരുമ്പോൾ കർഷകന്റെ മുതലിന് കർഷകന് സ്വന്തമായി വില പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ ജനദ്രോഹത്തെ കൂട്ടമായി ശക്തിയോടുകൂടി തന്നെ നമ്മൾ ഇതിന് പ്രതിഷേധങ്ങൾ നടത്തുമെന്നും ഇനിയും ഈ സമരം പിന്മാറുന്നുള്ള ഒരു തോന്നല് ഈ ഒരു സർക്കാരിനും വേണ്ട. ഇതിന്റെ കൂടെ തന്നെ ശക്തമായി തന്നെ നമ്മളെ കൃഷിക്കാരിഞ്ഞ് രംഗത്തേക്ക് വരാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ 20 ദിവസം പിന്നിട്ടപ്പോൾ അവിടുത്തെ കർഷകർ 21 പേരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. ഈ വേദിയിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, കാർഷിക മേഖല കരണം കുത്തിമറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായും നമുക്കറിയാം കർഷകർ 26 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരക്കായിട്ട്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ അവരുടെ അനുകൂലിച്ചുകൊണ്ട് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും സംസ്ഥാന വ്യാപകമായ നിലയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ സെക്രട്ടറി ഉണ്ട്, അത് ട്രഷറർ ഉണ്ട്. അങ്ങനെ VFPസിലേക്ക് നടത്തുന്ന ഈ പ്രതിഷേധ ധർണ ഇന്ന് ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊടകരയിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ കേരള സ്വാശ്രയ സമരമാണ്. നമുക്കറിയാം ഈ സമരത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികനൊക്കെ പറഞ്ഞു. കർഷകരുടെ വലിയ ആപത്തിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളൊരു സമരം ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിൽ കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ കർഷകരെ അല്ലെങ്കിൽ അതിൻ്റെ വിപണന ഉൽപ്പന്നങ്ങളെ അത് ആ കോർപ്പറേറ്റുകൾക്ക്. കൊരട്ടിയിൽ വീട്ടുകാരെ മുറിയിൽ ബന്ദികളാക്കി സ്വർണവും പണവും കവർന്നു. ദേശീയപാതയ്ക്കരികിൽ ഖന്ന നഗറിൽ തെക്കേമഠം ശങ്കരനാരായണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 4.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. ചൊവ്വാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് മോഷണം നടന്നത്. സുബ്രഹ്മണ്യനും ഭാര്യ രുക്മിണിയും വീടിന്റെ മുകൾ നിലയിലെ മുറിയിലാണ് കിടക്കാറുള്ളത്. ടോയ്ലറ്റിൽ പോകുവാനായി എണീറ്റ ഇദ്ദേഹം മുറിയുടെ കതക് തുറക്കാൻ ശ്രമിച്ചപ്പോൾ പുറത്തുനിന്നും പൂട്ടിയിരുന്നു. കതക് തുറക്കാൻ ശ്രമിച്ചിട്ടും പറ്റാതായതോടെ താഴത്തെ മുറിയിൽ ഉറങ്ങുന്ന മകൻ ശ്രീ ഗണേഷിനെ മൊബൈലിൽ വിളിച്ചെങ്കിലും ഉറക്കത്തിലായിരുന്ന മകൻ ഫോൺ എടുത്തില്ല. 1 മണിക്കൂറിലധികം പണിപ്പെട്ട് കതക് തുറന്ന് താഴെ എത്തിയപ്പോൾ മുറിയും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. മകൻ കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണവളയും കമ്മലും ഉൾപ്പെടെ 4.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും സ്വീകരണ മുറിയിലെ ഷോക്കേസിൽ വച്ചിരുന്ന പേഴ്സും അതിലുണ്ടായിരുന്ന 10,000 രൂപയും ATM കാർഡുകളും മോഷണം പോയതായി സുബ്രഹ്മണ്യൻ പറഞ്ഞു. മോഷണം നടന്നതായി അറിഞ്ഞതോടെ വീട്ടുകാർ ഉടൻ കൊരട്ടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. രാത്രിയിൽ എത്തിയ മോഷ്ടാവ് വീടിന്റെ പുറത്ത് ഒരു വശത്ത് സൺഷെയ്ഡിൽ കോണി ചാരി മുകളിലേക്ക് കയറിയ ശേഷം പുറകിലെ വാതിലൂടെ അകത്ത് കയറിയതായാണ് നിഗമനം. വാതിൽ തുറക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലോണം തുറന്നു നോക്കി. ഞാൻ തുറന്നു നോക്കി, പറ്റില്ല. അത് കഴിഞ്ഞിട്ട് മോനെ വിളിക്കാൻ വന്നാൽ എന്തിനാ അവൻ വന്ന് വാതിൽ തുറക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് മോനെ വിളിക്കാൻ പോയപ്പോൾ മോനിപ്പോൾ വിളിക്കേണ്ട, അവനെ ഉറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് തുടർന്ന് താഴത്തെ നിലയിലെ അടുക്കളയുടെ വാതിൽ തുറന്നെത്തിയ മോഷ്ടാവ് വീടിനകത്തു നിന്നും എടുത്ത ഹാൻഡ് ബാഗും മറ്റു വസ്തുക്കളും വലിച്ചിട്ട് പരിശോധിച്ച നിലയിലാണ്. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് കൊരട്ടി SHO BK അരുൺ, SI സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും മേഖലയിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനിയൊരു ഇടവേള.